ശ്രീ ജോർജ് ജോസഫ്, 7 ഗൂഢാലോചനാ വാദങ്ങളും തള്ളിക്കൊണ്ടാണല്ലോ വിധി വന്നിരിക്കുന്നത്. പ്രോസിക്യൂഷന്റെ പരാജയമാണോ ഇതിന് കാരണം? ഒപ്പം പോലീസിന്റെയും ചിലയിടങ്ങളിൽ പോലീസിനെ പരിഹസിക്കുന്ന രീതിയിൽ പോലും കോടതി നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് സൗണ്ട് തോമ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് പൾസർ സുനിക്ക് അവിടെ വെച്ച് 650 രൂപ പാരിതോഷികമായിട്ട് നൽകി അവിടെ ഗുണ്ടകളെ അമർച്ച ചെയ്തതിനാണ്, അവിടെ വന്ന് ഷൂട്ടിംഗ് സെറ്റിൽ വന്ന് പ്രശ്നമുണ്ടാക്കിയവരെ അമർച്ച ചെയ്തതിനാണ് അതിൽ സുനിൽ ഗുണ്ട എന്ന് ഒരു വൗച്ചറും ഹാജരാക്കിയിരുന്നു. പക്ഷേ ഇത് മറ്റൊരു നടന് കൊടുത്തതാണ്. അതായത് ചെറിയ റോളുകളിൽ അഭിനയിച്ച ഒരു നടന് കൊടുത്ത പണമാണ്. അതിൽ ഈ സുനിൽകുമാർ എന്ന് കരുതി അത് പൾസർ സുനി ആകണമെന്നില്ല എന്ന് കോടതി കണ്ടെത്തുകയായിരുന്നല്ലോ. ഇക്കാര്യത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസ് വിമർശനം ഏറ്റുവാങ്ങുകയും ചെയ്തു കോടതിയിൽ വെച്ച്. അപ്പോൾ ഈ രീതിയിൽ പ്രോസിക്യൂഷൻ്റെയും പോലീസിൻ്റെയും ഏകോപനമില്ലായ്മയാണോ ഇങ്ങനെയൊരു പ്രശ്നത്തിന് കാരണമായത്? ഇവിടെ തന്നെ അവിടെ പൾസർ സുനി അല്ല സൗണ്ട് തോമയുടെ സെറ്റിൽ പ്രശ്നമുണ്ടാക്കിയവരെ അടിച്ചോടിച്ചത്, മറിച്ച് പോലീസ് വന്ന് അവരെ മാറ്റുകയായിരുന്നു എന്ന് ബൈജു പൗലോസിന് പറയേണ്ടിയും വന്നിരുന്നു. അപ്പോൾ അവിടെ ഏകോപനമില്ലായ്മയാണല്ലോ കാണുന്നത്. ഇങ്ങനെ പലയിടത്തും ഇത്തരം കാര്യങ്ങൾ നിഴലിച്ചു നിൽക്കുകയായിരുന്നു. പ്രോസിക്യൂഷനും പോലീസും തമ്മിലുള്ള ഏകോപനമില്ലായ്മയും അതുപോലെ ഇവരുടെ പരാജയവും അതാണോ പറ്റിയത്? അതൊന്നും അല്ല പറ്റിയത്. ഇത് എത്ര പ്രോസിക്യൂഷൻ ഈ ഗൂഢാലോചനയ്ക്ക് എവിഡൻസ് കൊടുത്താലും ആ കോടതി അംഗീകരിക്കത്തില്ല. കാരണം ഇതിനകത്ത് സാധാരണഗതിയിൽ ഞങ്ങളൊക്കെ എത്രയോ സെൻസേഷണൽ കേസ് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് പോയതിനകത്ത് ഗൂഢാലോചന ഒരൊറ്റ എണ്ണം മാത്രമേ അതിനകത്തൊക്കെ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ളൂ. ഇതിനകത്ത് 7-8 സ്ഥലത്ത് വെച്ച് പറഞ്ഞിട്ടും അത് കോടതി അവിശ്വസിക്കുന്നെങ്കിൽ അതിൻ്റെ ന്യായീകരണം നമുക്ക് എന്ത് പറയാനാണ്? അപ്പോൾ ആ കോടതിക്ക് ഇതൊന്നും സ്വീകാര്യമല്ല എന്ന് മാത്രമല്ലേ നമുക്ക് പറയാൻ ഒക്കുള്ളൂ. അതുകൊണ്ട് അത് പോലീസിൻ്റെ ഭാഗത്ത് വീഴ്ചയല്ല. ഞാൻ എപ്പോഴും പറയുന്ന ഒരു എക്സലൻറ്റ് ഇൻവെസ്റ്റിഗേഷനാണ്. കാരണം ഗൂഢാലോചനയിൽ ഒരു എവിഡൻസ് കോടതിക്ക് സുപ്രീം കോടതിയുടെ റൂളിംഗ് ഒക്കെ ധാരാളമുണ്ട്, കൊടുക്കാനായിട്ട് കഴിയില്ല. കൃത്യമായിട്ട് ഒരു സംശയമേ കൊടുക്കാനൊക്കെയുള്ളൂ. ഇവിടെ അതല്ലേ സംഭവിച്ചത്. ഇത്രയും ഈ ഗൂഢാലോചനയ്ക്കുള്ള എവിഡൻസ് കൊടുത്തിട്ടും അവിടെയൊക്കെ പരസ്പരം കണ്ടല്ലോ. ഇവരുടെ വാദഗതി എന്തായിരുന്നു? നേരത്തെ പൾസർ സുനിയുമായിട്ട് ദിലീപിന് പരിചയമില്ല എന്നല്ലായിരുന്നു, അടുപ്പമില്ല, അറിയില്ല എന്നായിരുന്നു അതിൻ്റെ തുടക്കത്തിലെ വാദം. അത് കണ്ണിച്ചുകൊണ്ട് ഇത് കൂടുതൽ എങ്ങനെ എവിഡൻസ് കൊടുക്കുക? അത് കോടതിക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനകത്തൊന്നും പറയാനില്ല. അങ്ങനെയുള്ള കോടതിയെ നമ്മൾ എന്ത് പറയാനാണ്? ഒരു എവിഡൻസ് ഇത്രയും വലിയൊരു ക്രൂരകൃത്യം ചെയ്തിട്ട് അതിനുള്ള എവിഡൻസ് ഗൂഢാലോചനയെ കൂടെ കൊടുക്കുകയല്ലേ, പോലീസ് കണ്ടെത്തി കൊടുക്കുകയല്ലേ ചെയ്തത്. അതിനെ പോലീസിനെ കുറ്റപ്പെടുത്താനായിട്ട് കഴിയില്ല എനിക്ക്. കാരണം കുറ്റം ചെയ്തത് 6 പേരാണ്, നമുക്കറിയാം. പക്ഷേ അത് ആസൂത്രണം ചെയ്ത ആൾക്കാർ ആരാണെന്ന് പറയാൻ പറ്റുന്നില്ല. അതല്ലേ പ്രശ്നം ഇവിടെ. പക്ഷെ ഇവിടെ ജോർജ് ജോസഫ്, ആ 7 വാദങ്ങളും കോടതി ഖണ്ഡിക്കുന്നതിന് കൃത്യമായ ഒരു പാറ്റേൺ ഉണ്ട്. അതിൽ സാക്ഷി മൊഴികളുടെ അഭാവം കോടതി എടുത്തു പറയുന്നുണ്ട്. സാക്ഷികൾ ദിലീപിനെയും പൾസറെയും ഒരുമിച്ച് കണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഉദാഹരണമായി ഇപ്പോൾ ആ പണം കൈമാറിയ സമയത്ത് തന്നെ അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ. 2015 നവംബർ 1-ാം തീയതിയും 2-ാം തീയതിയുമാണ് പണം കൈമാറിയത്. 1-ാം തീയതി 10,000 രൂപയും 2-ാം തീയതി 1 ലക്ഷം രൂപയും കൈമാറി. അവിടെ കോടതി ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് CCTV ദൃശ്യങ്ങൾ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ലേ എന്ന്. അതായത് കൃത്യം നടക്കുകയും അന്വേഷണം തുടങ്ങുകയും ചെയ്ത സമയവും ഈ ദിലീപ് പൾസർ കൂടിക്കാഴ്ച നടക്കുകയും ചെയ്ത സമയം തമ്മിൽ നോക്കുമ്പോൾ അത് 1 വർഷത്തെ പഴക്കം പോലുമില്ല. ഏതാണ്ട് 6 മാസത്തെ ഒരു വ്യത്യാസം, 6 മാസം ഒരു 1 വർഷവും 6 മാസവും ഇത്രേ വരുന്നുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഈ സമയത്തെ CCTV ദൃശ്യങ്ങൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് കിട്ടിയില്ല എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കോടതി പറയുന്നുണ്ട് അതിന് കൃത്യമായിട്ട് ഉത്തരം പറയാം, ഞങ്ങൾ ആ വിധത്തിൽ അന്വേഷിച്ചില്ല എന്ന് പോലും പറയുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന്. അപ്പോൾ അവിടെ ഒരു ലാഘവത്വം കാട്ടിയോ പോലീസ്? അതാണ് ഞാൻ ചോദിച്ചത്. അത്തരം കാര്യങ്ങളിലേക്ക് പോയില്ലേ ഇത്തരം ഡിജിറ്റൽ തെളിവുകൾ, ഇലക്ട്രോണിക് തെളിവുകൾ ഹാജരാക്കുന്നതിന് വേണ്ടി? 2017 ഈ CCTV ദൃശ്യം എല്ലായിടത്തും അത്ര വ്യാപകമല്ലല്ലോ. 2017 അന്ന് വിചാരിച്ചോണം. ഏകദേശം 9 വർഷം മുമ്പത്തെ കാര്യമായി പറഞ്ഞു. ഇപ്പോഴൊരു 1-2 വർഷം കൊണ്ടല്ലേ CCTV വളരെ സജീവമായി കേരളത്തിൽ. അപ്പോൾ ആ വാദഗതിയോട് നമുക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റുന്നില്ല. വേറെ ഇതിനകത്തൊരു വളരെ പ്രസക്തമായ ഒരു കാര്യമുണ്ട്. ഈ 6 പേര് അവർ ഗാങ് റേപ്പ് ചെയ്തവരാണ്. ഗാങ് റേപ്പ് എന്നതിൻ്റെ ഡെഫിനേഷനകത്തും ഗാങ് റേപ്പ് ചെയ്യുന്നവരൊന്നും അത് വേറെ ആരും കാങ്ക ചെയ്യത്തില്ല. അത് ചെയ്തിട്ടങ്ങ് പോകുകയുള്ളൂ. അവർ ഒളിവി പോവുകയുള്ളൂ. അവരെ ഐഡൻറ്റിറ്റി പോലും തിരിച്ചറിയരുത്. പക്ഷേ ഇവരതിനകത്ത് ആ ദൃശ്യം, ആ ഗാങ് റേപ്പ് ചെയ്യുന്നതിൻ്റെ ആ ദൃശ്യം ഷൂട്ട് ചെയ്ത് അതെന്തിന്? അപ്പോൾ അവരുടെ മോട്ടീവ് എന്ത്? അപ്പോൾ അവരെ ശിക്ഷിക്കാൻ പാടില്ലെന്നാണ് ഞാൻ പറയുന്നത്. ഈ 6 പ്രതികളെ ശിക്ഷിക്കാൻ പാടില്ലെന്നേ.
കാരണം അവർക്ക് മോട്ടീവ് ഇല്ല. സെക്ഷൻ 8 ഇന്ത്യൻ എവിഡൻസ് ആക്ട് കിടപ്പുണ്ട്. മോട്ടീവ് വേണം. മോട്ടീവ്, പ്രിപ്പറേഷൻ, പ്രീവിയസ് കോണ്ടക്ട്, സബ്സിക്വൻറ്റ് കോണ്ടക്ട് ഇതിൻ്റെ അകത്തില്ല. അങ്ങനെയല്ലേ? കോടതി സബ്സിക്വൻറ്റ് കോണ്ടക്റ്റും പ്രീവിയസ് കോണ്ടക്റ്റും പോലീസ് അതിനകത്ത് കോടതിയിൽ അവതരിപ്പിച്ചെങ്കിലും കോടതിയിൽ അത് അംഗീകരിക്കുന്നില്ല. അപ്പം പ്രീവിയസ് കോമ്പറ്റും സബ്സിക്വൻറ്റ് കോണ്ടക്റ്റ് ഇതിനകത്തില്ല, നമുക്ക് ഉറപ്പായി. കോടതിയുടെ കാഴ്ചപ്പാടില്ല ഞാൻ ഈ പറയുന്നത്. അതിനകത്തൊരു മോട്ടീവ് ഈ പ്രതികൾക്ക് ഗാങ് റേപ്പ് ചെയ്തിട്ട് അവരവരുടെ പാട്ടിന് പോയി. അപ്പോൾ അതിൻ്റെ ദൃശ്യം അവരെടുത്ത് എന്തിനാണെന്ന് കോടതിക്ക് മനസ്സിലാകുന്നില്ല, നമുക്കും മനസ്സിലാകുന്നില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതിൻ്റെ അകത്ത് ഒരു ഒഫൻസ് അത് നടന്നെങ്കിൽ ഒരു 354 IPCയുടെ പരിധിയിലേ വരുന്നുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. അവർ 1 വർഷം 2 വർഷം ശിക്ഷിച്ച് കോടതി അങ്ങ് വിടണമായിരുന്നു. കാരണം അവരെ ഈ 20 years ശിക്ഷിക്കാൻ പാടില്ല. മോട്ടീവില്ല. അത് വളരെ പ്രസക്തമായ ഒരു ചോദ്യം തന്നെയാണ്. പ്രോസിക്യൂഷൻ സമയത്തും അതുപോലെ ഇൻവെസ്റ്റിഗേറ്റർ എന്ന നിലയിൽ ഞങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് ഏത് പർപ്പസിനാണെങ്കിലും മോട്ടീവ് വേണം. ഇതിനകത്ത് എന്താണ് മോട്ടീവ്? അവർ ഗാങ് റേപ്പ് ചെയ്ത് പോയതല്ലേ ഉള്ളൂ. ഇവനകത്ത് എന്താ ആ ദൃശ്യം എടുത്തതിന് മോട്ടീവ് എന്താണെന്ന് കോടതിക്കും പറയാൻ പറ്റുന്നില്ല. ദൃശ്യങ്ങൾ പകർത്തുമെന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടുക, ആ ഒരു കാര്യമുണ്ടല്ലോ. ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കും എന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടുക. അല്ല, അതിപ്പം ഇവരോട് ചോദിക്കണ്ടേ? ഈ നടിയോട് ചോദിക്കണ്ടേ ഞങ്ങൾ പൈസ? അവരന്നേരം ചോദിച്ചല്ലോ എണ്ണത്തിനകത്ത്. ഇവനായിട്ട് പീഡിപ്പിക്കുന്ന സമയത്ത് തന്നെ പറയും നിനക്ക് പണമാണ് ആവശ്യം, ഞാൻ പണം തരാം, എന്നെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞില്ലോ. അപ്പോൾ അവർ മൊഴി, ഈ വാദിയുടെ മൊഴി എന്തിനാണ് കോടതി അവിശ്വസിക്കുന്നത്? പ്രതിയായുടെ പോട്ടെ വിട്ടുകളയാം. പ്രതി അന്നേരം പറഞ്ഞല്ലോ ഞങ്ങൾക്ക് ആവശ്യത്തിന് ഇതിന് പണം കിട്ടി, എനിക്കിത് കോൺട്രാക്റ്റ് ആവശ്യമില്ല, നിങ്ങളുടെ പൈസ ആവശ്യമില്ല എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ആ വാദിയുടെ മൊഴി കോടതി അവിശ്വസിക്കുകയാണ്. അവിടെ മുതൽ കോടതി അവിശ്വാസം തുടങ്ങിയതാണ് ഞാൻ കാണുന്നത്. കാരണം അത് തീർച്ചയായിട്ടും ഈ കേസിൻ്റെ വിധി അത് തന്നെ. ആ പ്രതികളെ ശിക്ഷിച്ചത് ശരിയായില്ല 6 പേരെ. അവർ 1 വർഷത്തിനും 5 വർഷത്തിനും ഇടയ്ക്കാണ് അത് പറഞ്ഞത്. 354 IPC ക്രിമിനൽ ഇൻറ്റിമിഡേഷൻ ടു എ വിമൻ അല്ലേ? അതൊരു ക്രിമിനൽ ഇൻറ്റിമിഡേഷൻ അല്ലേ ഉള്ളൂ. കാരണം അതിൻ്റെ ആഷ് വാല്യൂ എല്ലാം കോടതിയിൽ നിന്നൊക്കെ മാറിപ്പോയല്ലോ. ഞാനിപ്പം കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബ് പ്രൈം വിറ്റ്നസിൽ പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം. കാരണം കോടതിയിലെ തൊണ്ടി മുതൽ ഏൽപ്പിച്ചത് എന്ന് പറഞ്ഞാൽ ദൃശ്യം ഏൽപ്പിച്ച ബൈജു പലോസ് ഏൽപ്പിച്ചപ്പം ഇപ്പം ആ കേസ് ആ പ്രതികളെ വെറുതെ 120 പ്രതിയെ വിട്ട് കഴിഞ്ഞപ്പോൾ ആ ദൃശ്യം തിരിച്ച് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കയ്യിലോട്ട് ലഭിച്ചു. അതിനകത്ത് എന്തായാലും ആഷ് വാല്യൂവിനും അതിൻ്റെ ദൃശ്യത്തിനൊക്കെ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് വേറൊരു മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. 2018 2 കോടതിയിലും 2021 1 കോടതിയിലും 3 കോടതിയിലും ഇത് പരിശോധിക്കുന്നു. അപ്പോൾ അതിന് അന്വേഷണ ഉദ്യോഗസ്ഥന് കൈ കിട്ടിയ തൊണ്ടി കോടതി കൊടുത്താൽ 100% ഉള്ള ഒരു തൊണ്ടി കൊടുത്താൽ അതിനകത്ത് ചില എറേഷനൊക്കെ വന്നിട്ട് 80% തൊണ്ടി തിരിച്ചു കൊടുത്താൽ ആ തൊണ്ടി അത് കൈകാര്യം ചെയ്തിരിക്കുന്നു. അതിന് കേസെടുക്കണ്ടേ? ഞാനിപ്പോൾ അതാ പറയുന്നത്. പോലീസ് തീർച്ചയായിട്ടും 3 കേസെടുക്കണം ഇതിനകത്ത്. കോടതിയിൽ ഏൽപ്പിച്ച തൊണ്ടി സാധനം അതേപടി പോലീസിൻ്റെ കൈ കിട്ടിയില്ല, അതിനകത്ത് മാറ്റം സംഭവിച്ചിരിക്കുന്നു, അതിൻ്റെ ഫോട്ടോ എടുത്തിരിക്കുന്നു, അതിൻ്റെ എവിഡൻസ് ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ അതിന് 3 കേസ്, ഒന്ന് അങ്കമാലി കോടതിയിലും ഒന്ന് പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജിയുടെ അവിടെയും ഈ തൊണ്ടി കൈകാര്യം ചെയ്തു ആരോ. അതിന് കോടതി പരാതി കൊടുത്തിട്ട് കോടതി അതിന് നടപടി എടുത്തില്ലല്ലോ. 2 വർഷം ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിലെ എക്സ്പെർട്ട് പത്മകുമാർ അതിനകത്ത് ആഷ് വാല്യൂവിന് മാറ്റമുണ്ട്, അതിനകത്ത് ഹാമ്പർ ചെയ്തിരിക്കുന്നു, അത് വേറൊരു അഡ്വാൻസ്ഡ് മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് പകർത്തിയതായിട്ട് റെക്കോർഡ് വന്നിരിക്കുന്നു. കോടതി 2 വർഷം ആ റിപ്പോർട്ട് കിട്ടി പതുക്കി വെച്ചില്ലേ, അതിന് നടപടി എടുത്തിട്ടില്ലോ. അത് ഹൈക്കോടതിയിൽ അതിനെ സംബന്ധിച്ച് പോയപ്പോൾ ലോവർ കോടതിയിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്ത് വന്നു. അപ്പോൾ അതിന് ഇപ്പം പൗലോസ് ചെയ്യണ്ടേ? ബിജു പൗലോസ് താൻ കോടതിയെ ഏൽപ്പിച്ചതിനകത്ത് മാറ്റം സംഭവിച്ച് തിരിച്ചു കിട്ടിയ തൊണ്ടി മുതൽ ഇപ്പം പോലീസിൻ്റെ കയ്യിലായല്ലോ, അത് കിട്ടിയല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിനൊരു കേസെടുക്കണം, 3 കേസെടുക്കണം. അതിനാണ് പോലീസ് കേസെടുക്കണ്ടേ. അല്ലാതെ ഈ മറ്റു കാര്യത്തിനല്ല. ഇതിന് അന്ന് നടപടി എടുക്കാത്ത കോടതി അതേപ്പറ്റി ഒന്നും ഈ ജഡ്ജ്മെന്റിന്. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ പ്രോസിക്യൂഷൻ സ്വാഭാവികമായിട്ടും ഹയർ കോർട്ടിലേക്ക് പോകുമല്ലോ, ഹൈക്കോടതിയിലേക്ക് പോകും, അപ്പീലുമായിട്ട് സർക്കാരിന്റെ അനുവാദത്തോടു കൂടി ഹയർ കോർട്ടിലേക്ക് പോകും. പക്ഷേ ഈ